ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം നമുക്ക് പഠിച്ചാലോ അല്ലേ? നമ്മളെല്ലാവരും ഗുണനം മൾട്ടിപ്ലിക്കേഷൻ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല പോലെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ഗുണനം ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? സോ ഇതാണ് നമ്മളുടെ ചോദ്യം. അത്തിപ്പഴം, ഞാവൽപ്പഴം, വാഴപ്പഴം, അങ്ങനെ 3 പഴങ്ങളൊക്കെ എന്തുണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു കൂട്ടത്തിലെ എണ്ണം എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഓരോ കൂട്ടത്തിലുള്ള, അതായത് ഒരു കൂട്ടത്തിൽ ഇത്ര പഴങ്ങളാണ് എന്ന് പറഞ്ഞ് നമുക്ക് തരും. ഇനി നമ്മളോട് എന്താ ചെയ്യേണ്ടത്? കൂട്ടങ്ങൾ എത്ര ഉണ്ട് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആകെ എത്ര എണ്ണമാണ് എന്ന് കണ്ടുപിടിക്കാം. അതായത് മക്കളെ, ഒരു കൂട്ടത്തിൽ 5 എണ്ണമാണ്. അത്തിപ്പഴം എടുത്തു നോക്കിയാൽ ഒരു കൂട്ടത്തിൽ 5 എണ്ണം. അങ്ങനെ 2 കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 × 2 അഥവാ 5 × 2 എത്രയാണ്? 10 ആണ് എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അടുത്തതോ ഞാവൽപ്പഴം. ഒരു കൂട്ടത്തിലെ 6 എണ്ണമാണ്. 6 ആണ് ഒരു കൂട്ടത്തിലുള്ള ഞാവൽപ്പഴം. അങ്ങനെ 10 കൂട്ടങ്ങളാണ് ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതെ, 6 × 10 ചെയ്താൽ മതി. 6 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 60, 60 ആണെന്ന് കിട്ടും. ഇനി അടുത്തതോടാ വാഴപ്പഴം എടുത്തു നോക്കിയാൽ ഒരു കൂട്ടത്തിൽ 4 എണ്ണമാണ്. അങ്ങനെ എത്ര കൂട്ടങ്ങളാണ്? അങ്ങനെ 5 കൂട്ടങ്ങളാണ്. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 × 5 = 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മളെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. കൂടുതൽ കിട്ടിയ പഴം ഏത്, എത്ര എന്നാണ് അല്ലേ? അപ്പൊ കൂടുതൽ ഏതാണ് കിട്ടിയത്? 10 ഉണ്ട്, 60 ഉണ്ട്, 20 ഉണ്ട്. കൂടുതൽ കിട്ടിയത് 60 ആണ് അല്ലേ? 60 ഏത് പഴമാണ്? ഞാവൽ പഴമാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഞാവൽപ്പഴം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 60 ആണ്. 60 ആണ് നമുക്ക് ഞാവൽപ്പഴം കിട്ടിയത്. സോ ആ ഒരു ചോദ്യം കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. കുഞ്ഞൻ ഒരു അത്തിപ്പഴം 2 രൂപ വെച്ച് വിറ്റു. കുഞ്ഞന് ആകെ എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അത്തിപ്പഴത്തിന് എത്രയാണ്? 2 രൂപയാണ്. കുഞ്ഞൻ ആകെ എത്ര രൂപ കിട്ടി എന്നാണല്ലേ ചോദിച്ചത്. ആകെ അത്തിപ്പഴം എത്രയാടാ? 10 ആണ്. ഒരു അത്തിപ്പഴത്തിന് 2 രൂപ. അങ്ങനെയെങ്കിൽ 10 അത്തിപ്പഴത്തിന് എത്രയായിരിക്കും? 10 അത്തിപ്പഴങ്ങൾക്ക് 10 × 2 which is equal to 20. 10 × 2 എത്രയാണ്? 20 rupees ആയിരിക്കും 10 അത്തിപ്പഴങ്ങളുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ യെസ് ഡിയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മെസ്സ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.